പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടൊപ്പം കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ ഡൽഹിയിൽ വന്ന് കണ്ടു. രാമനാട്ടുകരയിൽ നിന്നും കോഴിക്കോട് എയർപോർട്ട് വരെയുള്ള റോഡ് നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. നമുക്കറിയാം, NH-66 യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ബൈപ്പാസ് വെങ്ങളം മുതൽ രാമനാട്ടുകര വരെ 2025 ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തീകരിക്കപ്പെടും. എന്നാൽ കോഴിക്കോട് ബൈപ്പാസ് രാമനാട്ടുകരയിൽ എത്തി അവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാൻ 2 വരിയാണ്. ഒരുപാട് ഗതാഗത കുരുക്കിന്റെ പ്രശ്നമുണ്ട്. അപ്പുറത്താണെങ്കിൽ നമുക്കറിയാം ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട്. ഇത് രണ്ടിന്റെ ഇടയിൽ എയർപോർട്ടിലേക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എയർപോർട്ടിലേക്ക് വരുന്നവർ ഏറെ ആശ്രയിക്കുന്ന റോഡാണ് രാമനാട്ടുകരയിൽ നിന്നും എയർപോർട്ട് വരെയുള്ള റോഡ്. ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ആ റോഡ് നവീകരിക്കാൻ എങ്ങനെയൊക്കെ ആകുമെന്നുള്ള ചർച്ച മുഖ്യമന്ത്രി തന്നെ ഇന്ന് നേരിട്ട് ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. വളരെ അനുകൂലമായ സമീപനമാണ് ശ്രീ നിതിൻ ഗഡ്കരി കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് ദീർഘകാലമായി നമ്മളൊക്കെ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ്. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേയുടെ ഭാഗമായ റോഡിനെ കുറിച്ച് പഠനം നടത്താനും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതെങ്ങനെ നവീകരിക്കുമെന്നുള്ളതിനും നേരത്തെ സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് കൂടി വന്നാൽ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടാണ് ശ്രീ നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിയുടെ രാമനാട്ടുകരയിൽ നിന്നും കരിപ്പൂർ എയർപോർട്ട് വരെയുള്ള റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ആവശ്യത്തോട് സമീപിച്ചിട്ടുള്ളത്.